നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ എക്സ് ആയിട്ടിരിക്കുന്ന ആൾ, ഇപ്പോൾ നോ കോണ്ടാക്റ്റിലിരിക്കുന്നതോ എക്സോ ആയ ആൾ, അപ്പോൾ ആ പേഴ്സണ് നിങ്ങളോട് വൈരാഗ്യമുണ്ടോ, എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുക അവരുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ നോ കോണ്ടാക്റ്റിലേക്ക് പോയത്, പിന്നെ വൈരാഗ്യമുണ്ടോ ഇല്ലയോ, അങ്ങനെയാണെങ്കിൽ അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കാർഡ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1, 2, 3. ഇതിലേത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ഫോഴ്സ് ചെയ്ത് റെസൊനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഞാനപ്പോൾ റീഡിങ്ങിലേക്ക് പോകാൻ പോവാണ്. ആദ്യത്തെ റീഡിംഗ് എടുക്കാം നമുക്ക്. ഇത് രണ്ടാമത്തെ റീഡിംഗ്, ഇത് മൂന്നാമത്തെ റീഡിംഗ്. ഭവാനി, നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഈ സിറ്റുവേഷനെ സംബന്ധിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമുക്ക് വേണ്ടത്. ഭഗവാനി, ഈ സിറ്റുവേഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു മെസ്സേജ് തരണേ. കാർഡ് തെറിച്ച് വന്നു. ഫ്ലൈയിങ് ഹനുമാൻ, ലോങ് ജേർണി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു വളരെ ദൈർഘ്യമുള്ള ഒരു യാത്രയാണ്. എ മൊമെന്റസ് ജേർണി വെദർ ഫിസിക്കൽ ഓർ സ്പിരിച്വൽ ലൈസ് അഹെഡ് ഓഫ് യു. അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ യാത്ര വരുന്നുണ്ട്. എംബ്രേസ് ദിസ് ഓപ്പർച്യൂണിറ്റി വിത്ത് റെഡിനെസ് ആൻഡ് എൻതൂസിയാസം. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ, നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു കാര്യത്തിന് നിങ്ങൾ വളരെ സന്തോഷത്തോട് സ്വാഗതം ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ യാത്രയെ കേട്ടോ, അത് ഫിസിക്കലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഒരു യാത്ര പുറപ്പെടേണ്ടി വരുമായിരിക്കും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഈ നോ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് ആയിട്ടിരിക്കുന്ന ഈ പേഴ്സണിൻ്റെ എനർജി ലവേഴ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ വളരെ ഹാർമോണിയസ് ആയിട്ട്, ഹാർമോണി എന്ന് പറഞ്ഞാൽ രണ്ടു പേരും തമ്മിൽ എല്ലാം കൂടെ ചേർന്ന് മനസ്സും ശരീരവും ചിന്തകളും എല്ലാം ഒരുപോലെ ഇരുന്നിരുന്ന രണ്ടു പേരാണ് ഇപ്പോൾ. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഇല്ല, അത് ആ തകിടം മറിഞ്ഞു കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു തരത്തിലും കൂടി ചേരാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. അപ്പം ഈ പേഴ്സൻ്റെ എനർജി ഇങ്ങനെയാണ്. നിങ്ങളെ ഓർക്കുമ്പോൾ ഈ പേഴ്സണ് ഒരു എന്താ പറയുക, നിങ്ങളെ കാണണമെന്ന ഒരു ഫീലിങ്സും തോന്നുന്നില്ല. വൈരാഗ്യമാണോ എന്ന് ചോദിച്ചാൽ അത് പറയുന്നില്ല ഇവിടെ, പക്ഷേ ലവേഴ്സ് റിവേഴ്സാണ്. അപ്പോൾ എത്രത്തോളം സ്നേഹിച്ചോ അത്രത്തോളം വെറുക്കുന്നു എന്നൊരു സിറ്റുവേഷൻ കൂടെ ഇവിടെ കാണും. ജെമിനായി ആണത് ഇവിടെ. അതെ, ഇത് അൺകണ്ടീഷണൽ ലവിൻ്റെ കാർഡ് റിവേഴ്സാണ് വന്നേക്കുന്നത്. പിന്നെ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ്, അതുപോലെ സീക്രട്സ്, ഇതെല്ലാം ഉള്ളതാണ്. വെർഗോ പൈസസ് ആണത്, പിന്നെ ജെമിനായി ആണുള്ളത്. അൺകണ്ടീഷണൽ ലവ് റിവേഴ്സ് വന്നത് അത് ഒട്ടും സ്നേഹമില്ല എന്നൊരു സിറ്റുവേഷനാണ്, വെറുപ്പുള്ള പോലെ. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ തന്മയത്വത്തോടെ അത് മറച്ചു വെക്കാൻ കഴിവുള്ള ഒരു എനർജിയും കൂടിയാണ്. വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണിത്.
അപ്പോൾ നിങ്ങളോടിപ്പം കോണ്ടാക്റ്റ് ഉണ്ടോ, സ്നേഹമില്ല കോണ്ടാക്റ്റ് ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ. ഈ പേഴ്സണ് വൈരാഗ്യമുണ്ടോ നിങ്ങളോട്, നമുക്ക് ചോദിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയത്? അതേപോലെ തന്നെയാണ് 10 ഓഫ് കപ്സ് റിവേഴ്സ് വന്നു, ലവേഴ്സ് റിവേഴ്സ് വന്നു, ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സ് വന്നു, ഇപ്പോൾ വന്നേക്കുന്നത് 10 ഓഫ് കപ്സ് റിവേഴ്സ് വന്നു. 10 ഓഫ് കപ്സ് റിവേഴ്സ് പറഞ്ഞാൽ ഷാറ്റേർഡ് ഡ്രീംസ് ആണ്. എല്ലാം ഇങ്ങനെ തകർന്നടിഞ്ഞു. വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇരുന്ന രണ്ടു പേര്, വളരെയധികം ആത്മാർത്ഥതയോടെ ഇരുന്ന രണ്ടു പേര് ഇപ്പം തമ്മിൽ കണ്ടാൽ വെറുപ്പുള്ള പോലെ. മനസ്സിലായോ? ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, ഭയങ്കരമായിട്ട് ഡിസ്കണക്ഷൻ ആണ്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും അകന്നു നിന്നിട്ട് അടുത്തവരാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ തമ്മിലൊരു സ്വരച്ചേർച്ചയില്ല, ഒരു തരത്തിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടിരുന്ന രണ്ടുപേരെ വീട്ടുകാരെ നിർബന്ധിച്ച് നിങ്ങൾ ഒരുമിച്ച് കൂടിയതാണോ? എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ള ആൾക്ക് നിങ്ങളോട് സ്നേഹമില്ല, ഒരു തരത്തിലുമുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ല, വെറുപ്പാണ്, അതുപോലെ ഉണ്ട്. എന്തായാലും ഈ പേഴ്സൺ ഒരു ചാലഞ്ചിങ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. മെയിൻറ്റെയിനിങ് കൺട്രോൾ. ഈ പേഴ്സൻ്റെ കാര്യം നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി വളരെയധികം കൺട്രോൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്തു നിങ്ങളിൽ ഒരാൾ. ഇവിടെ ജീവിതം മൊത്തത്തിൽ അങ്ങോട്ട് തകർന്നടിഞ്ഞപ്പോൾ ഈ ബ്രേക്കപ്പ് ആകാതിരിക്കാൻ നിങ്ങൾ മാക്സിമം നോക്കി, പക്ഷേ അത് ബ്രേക്കപ്പിലേക്കാണ് പോയത്. നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ പോയത് നിങ്ങളുടെ എന്താ പറയുക, സകല സ്വപ്നങ്ങളും തകർന്നടിഞ്ഞത് കൊണ്ടാണ്. വളരെ ഇമോഷണലി പ്രശ്നമുണ്ടായതൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ. അതുകൊണ്ടാണ് നിങ്ങൾ എന്നിട്ടും അത് പിടിച്ചു നിന്നു രണ്ടുപേരും. അപ്പോൾ ഡിഫെൻസീവായിട്ട് രണ്ടുപേരും പുതിയ ഓഫേഴ്സൊക്കെ തന്നു. ഇത് പോകരുതെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ടായിരുന്ന പോലെ, പക്ഷെ അവസാനം അത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കി, എന്നിട്ട് രക്ഷയില്ല. അപ്പോൾ വെയിറ്റ് ചെയ്ത് അവസാനം അതങ്ങ് തകർന്നടിഞ്ഞു. പക്ഷേ എന്നാലും കംപ്ലീറ്റ് ആയിട്ട് പോയില്ല. സെപ്പറേറ്റഡ് ആയെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അകന്ന് പോയില്ല എന്നാണ് പറയുന്നത്. മനസ്സുകൊണ്ടുള്ള നിങ്ങൾ ചിലപ്പോൾ കംപ്ലീറ്റ് ഡിവോഴ്സിലേക്ക് പോയിട്ടുണ്ടാവില്ല, സെപ്പറേറ്റഡ് ആയിട്ട് എന്നായിരിക്കും, ലീഗലി സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവില്ല. ഇത് വെറും ഒരു റിലേഷൻഷിപ്പാണ്, മാരേജ് അല്ലായിരുന്നെങ്കിൽ എങ്കിലും നിങ്ങൾ നോ കോണ്ടാക്റ്റിലേക്ക് പോയി, മനസ്സിലായി. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ടും വിട്ടിട്ടില്ല, ഒരു സംസാരിച്ച് വേണ്ടാന്ന് വെച്ചതല്ല. ഇതൊരു ക്ലോഷർ ഇല്ലാത്ത, ഒരു എൻഡ് ഡിസൈഡ് ചെയ്യാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇവിടെ ഒരു മദർ ഓഫ് വോൺസ് റിവേഴ്സ് കാണിക്കുന്നുണ്ട്. മദർ ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെയാണോ ചതിച്ചത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയാണോ ചതിച്ചത്? ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്കപ്പ് ആയപ്പോൾ അവരെ ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ അയാളെ ഉപേക്ഷിച്ചാൽ നിങ്ങൾ സ്വീകരിക്കാം റിലേഷൻഷിപ്പ് എന്ന ഒരു ഇതിലാണ് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലേക്ക് പോയത് കേട്ടോ. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നമ്മൾ നോക്കുമ്പോൾ ആ പേഴ്സണ് നിങ്ങളോട് ഒരു ഫീലിങ്സും ഇല്ല. നിങ്ങൾ തമ്മിൽ അകന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ്. ആ പേഴ്സൻ്റെ എനർജിയിൽ മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നിങ്ങളോട് ആ പഴയ ആദ്യം നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ സ്നേഹമൊന്നും ഇടയ്ക്ക് വെച്ച് നിന്നുപോയി, അത് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും അതേ എനർജിയിലാണ് പോകുന്നത്. ഈ പേഴ്സണ് നിങ്ങളോട് വൈരാഗ്യമുണ്ടോ? ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ വേണ്ടാന്ന് വെച്ചത് കൊണ്ട് നിങ്ങളോട് ഈ പേഴ്സണ് വൈരാഗ്യമുണ്ടോ? അതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. രണ്ട് കാർഡും നോ എന്നാണ് പറയുന്നത്, യെസ് ആണ് വന്നത്, പക്ഷെ റിവേഴ്സ് ആയിട്ട് വന്നേക്കാണ്. അപ്പം നിങ്ങളോട് വൈരാഗ്യമുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ, മനസ്സിലായി. നിങ്ങളോടൊരു ഫൈറ്റിന് റെഡി അല്ല ഈ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സിറ്റുവേഷനിൽ. മതിയായി, ഇനിയിപ്പോൾ എനിക്ക് വയ്യ ഫൈറ്റ് ചെയ്യാൻ, എനിക്ക് ഓഫറൊന്നും തരാനില്ല, ഇത് ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ട്രൈ ചെയ്തു, നടന്നില്ല, അത് പൊക്കോട്ടെ എന്നൊരു ചിന്തയാണ് ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോട് വൈരാഗ്യമൊന്നുമില്ല കേട്ടോ. അതങ്ങനെ നടന്നു, അങ്ങനെ വന്നു, അത് പോയി റിലേഷൻഷിപ്പ്. ഇനിയിപ്പോൾ വൈരാഗ്യം വെച്ചിട്ട് എന്താ കാര്യം? എനിക്കിപ്പോൾ അതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ല, ഡബിൾ എനർജി. അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് ഞാൻ ആ സമയത്ത് അങ്ങനെ പെരുമാറിയത് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു
ഡെവൽ എനർജി ഇരുന്നത് കൊണ്ടാണ് ശരിക്കുള്ള സ്വഭാവം. ഞാൻ ശരിക്കും ഹാപ്പി ആയിരുന്നു സിറ്റുവേഷനിൽ. 9 ഓഫ് കപ്സ്. അപ്പോൾ ഹാപ്പി ആയിരുന്നു. ഈ പേഴ്സൺ വേറൊരു കാര്യം കൊണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ ഏതെങ്കിലും ഒരു വേറൊരു റിലേഷൻഷിപ്പിലാണ് എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ് ഈ പേഴ്സൺ. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിലാണ് ഈ പേഴ്സൺ പ്രശ്നമുള്ളത്. പക്ഷെ വേറെ ആരോടോ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഈ പേഴ്സൺ ഇവിടെ ചോയ്സ് എടുത്ത് കഴിഞ്ഞു. 2 ഓഫ് പെൻറ്റക്കിൾസും 2 ഓഫ് സ്പോർട്സും ആണ്. 2 കാണിക്കുന്നത് ചോയ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ചോയ്സ് എടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അധികം ബോദർ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ഒരു എനർജി ഇവിടെ വന്നത്. പക്ഷെ ഇപ്പോൾ ഈ സമയത്ത് ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്. 9 ഓഫ് കപ്സ് ആണ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഈ പേഴ്സൺ ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. പ്രശ്നമൊന്നുമില്ല. ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച് ചെയ്തെന്നാണ് പറഞ്ഞത്. ഡെവൽ എനർജി റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യാനോ ഒന്നുമില്ല. ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അത് നടന്നില്ല. ട്രൈ ചെയ്തു, നടന്നില്ല, അത് പൊക്കോട്ടെ എന്നൊരു മനസ്സാണ് ഈ പേഴ്സൺ. വൈരാഗ്യമൊന്നും വെച്ച് പുലർത്തുന്നില്ല കേട്ടോ. എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഈ പേഴ്സൺ? എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്? ഇവിടെ ഒരു നൈറ്റ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. നോ ആണ് പറയുന്നത് ഈ പേഴ്സൺ. കാരണം ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ആ സിറ്റുവേഷൻ ഒഴിവാക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ ഈ സിറ്റുവേഷനെ കുറിച്ച് ആലോചിക്കാനോ ഒന്നും ഈ പേഴ്സൺ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല. ഇനി ഒരിക്കലും ഈ സമയത്ത് ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഇനി ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ട്രൈ ചെയ്യില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ എന്തിനാണ് ലോങ് ജേർണി? നിങ്ങൾ എന്തിനാണ് ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നേടിയെടുക്കാനുണ്ടോ? ഈ പേഴ്സണോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ പേഴ്സണ് വൈരാഗ്യമുണ്ടോ നിങ്ങളോട് എന്ന് ചോദിക്കുന്നത്? എന്തായാലും നിങ്ങളുടെ മുമ്പിൽ വലിയൊരു ദൂരം ഉള്ളൊരു യാത്ര കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണുമായിട്ട് സംസാരിക്കാൻ നിങ്ങൾ പോവുകയാണോ? അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ പേഴ്സണെ നിങ്ങളിനി കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഈസി ആയിരിക്കില്ല ഈ പേഴ്സൺ അവോയ്ഡ് ചെയ്യണം നിങ്ങളെ. അപ്പോൾ നിങ്ങൾ ചെന്ന് കയറാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ചെന്ന് കയറുമ്പോൾ അവിടെ ഭയങ്കര ബഹളം ഉണ്ടാവും കേട്ടോ. ഈ പേഴ്സൺ ഇപ്പോൾ മൈൻഡ് ഗെയിംസ് ഒന്നുമില്ല, ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്ലെക്സിബിൾ ആണ് ഈ പേഴ്സൺ. സ്റ്റക്കല്ല ഒന്നിലും. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ സ്റ്റക്കേ അല്ല, നിങ്ങൾ സ്റ്റക്കാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ രണ്ടാമത് ഇത് കുത്തിപ്പൊക്കാൻ നോക്കുന്നത്. ഇപ്പം ഇതാണ് ആദ്യത്തെ കാർഡിൻ്റെ റീഡിങ്. ഇവിടെ കാപ്രിക്കോൺ ഉണ്ട്, പിന്നെ സ്കോർപ്പിയോ ഉണ്ട്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, പിന്നെ വെർഗോ, പൈസീസ്, ജെമിനായി. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് നമ്മളിവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ എക്സ് അല്ലെങ്കിൽ നോ കോൺടാക്റ്റ് ഇരിക്കുന്ന ആൾ, ആ പേഴ്സണ് നിങ്ങളോട് വൈരാഗ്യമുണ്ടോ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജാണ് നോക്കേണ്ടത്. ഈ സിറ്റുവേഷൻ അനുസരിച്ച് ഇവർക്കൊരു ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഇവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ളൊരു ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്, ആ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണിത്. നമ്മൾ നോക്കുന്ന ഓറക്കിൾ മെസ്സേജ് ഭാങ്, അഡിക്ഷനും പിന്നെ ഒരു ലോങ് ജേർണി.
നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയൊരു യാത്ര കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ യാത്രയെ 2 കൈയും നീട്ടി സ്വീകരിക്കണം. അതുകൂടാതെ നിങ്ങൾക്ക് ഭയങ്കരമായ അഡിക്ഷൻ ഉണ്ട് എന്തോ ഒരു കാര്യത്തിന്. വളരെ മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു ഇതാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്ന് പറയുന്നത്. നിങ്ങൾ ഭയങ്കരമായ അഡിക്റ്റഡ് ആണ് ഈ പേഴ്സണായിട്ട്. അതുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ പേഴ്സണെ വിട്ടു പോകാൻ പറ്റാത്തത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി 9 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. 9 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറേ സ്ട്രെസ് ഉണ്ടായിരുന്നു ഈ പേഴ്സണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഡിപ്രഷനിലൊക്കെ ആയിരുന്നു. പതുക്കെ പതുക്കെ അതിൽ നിന്ന് കര കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ കര കയറി വരുന്ന ഒരു എനർജിക്ക് വൈരാഗ്യ ബുദ്ധി ഉണ്ടാവും. നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഈ പേഴ്സൺ പയ്യെ പയ്യെ നിങ്ങൾ ആരാണ് ഇവിടെ, എന്തുകൊണ്ടാണ് നോ കോൺടാക്റ്റിൽ ഉണ്ടായതെന്ന് നമുക്കറിയില്ല. നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അടുത്ത ചോദ്യമാണ് നമ്മളുടെ നോ കോൺടാക്റ്റിലാവാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ 3 ഓഫ് സ്വേർഡ്സ്. ഈ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് ഈ പേഴ്സൺ കരകയറാൻ നോക്കുകയാണ്. ടോറസ്, ലീബ്ര, സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ആരോ ഒരാൾ ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് ചതിച്ചു, ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. അതും ഹൃദയവേദനയാണ്, കത്തി ഹൃദയത്തിൽ കുത്തി ഇറക്കുന്ന പോലെയാണ്. അപ്പോൾ അത്രയും വേദന, അപ്പോൾ അത് വളരെയധികം ദുരിതം അനുഭവിച്ച ഒരു എനർജിയാണത്. അതിൽ നിന്ന് പതുക്കെ 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 കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ കേട്ടോ. അതാണ് ഈ പേഴ്സൻ്റെ എനർജി. എന്താണ് നിങ്ങളുമായിട്ടുള്ള ബ്രേക്കപ്പിന് അല്ലെങ്കിൽ നോ കോൺടാക്റ്റിൽ പോകാനായിട്ട് എന്താണ് കാരണം? എന്താണ് റീസൺ? നിങ്ങളുമായിട്ട് ഒരു നോ കോൺടാക്റ്റിൽ പോകാനായിട്ടുള്ള കാരണം എന്താണ്? ഹാർട്ട് ബ്രേക്ക്. അതുപോലെ തന്നെ ലിവിങ്, ഓവർ സ്പെൻഡിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുമല്ല സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളാണ് കാരണം. ഒരാളുടെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങൾ, ഒരാൾ വരവിനനുസരിച്ച് ചെലവ് ചെയ്യാൻ അറിയാത്ത ഒരു എനർജിയാണ്. ആ എനർജി വരവ് അനുസരിച്ച് ചെലവ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് വഴിവിട്ട വഴികളിലൂടെ പോയിട്ടാണ് പണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒരാൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. മനസ്സിലായി? കുറേ പ്രാവശ്യം അഡ്വൈസ് ചെയ്ത് നോക്കി, പലതരത്തിൽ ആ സ്വഭാവം മാറ്റാൻ നോക്കിയെങ്കിലും ആ ഒരു പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആവാം. ഞാനിത് നിങ്ങളുടെ ബ്രേക്കപ്പിൻ്റെ റീസൺ ചോദിക്കും. ഇതാരുടെ എനർജിയാണ് ഈ ഒരു ഹാർട്ട് ബ്രേക്കിൽ പോയത് എന്നറിയില്ല. എന്തായാലും ഇവിടെ പറയുന്നത് ഒരാളുടെ വഴിവിട്ട ജീവിതം കൊണ്ട് ആണ് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കിലേക്ക്, നോ കോൺടാക്റ്റിലേക്ക് പോയതാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഈ റിലേഷൻഷിപ്പ് ഒരു അൺഫിനിഷ്ഡ് ബിസിനസ് പോലെ, എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആവാത്ത പോലെ ആരുടെയോ മനസ്സിൽ ഇങ്ങനെ നൊമ്പരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിത് നോക്കാൻ, കോണ്ടാക്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്, അല്ലെങ്കിൽ അറിയാൻ നോക്കുന്നത്. റിലേഷൻഷിപ്പ് പോയെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകളയാൻ ആരോ ആഗ്രഹിക്കുന്നില്ല. നോക്കട്ടെ. സ്റ്റാർ. ഇവിടെ പ്രശ്നങ്ങൾ ഭയങ്കര ഭീകരമായിരുന്നു. പക്ഷെ എന്നാലും ഒരാൾ ആ റിലേഷൻഷിപ്പ് കൈവിട്ട് കളയാനായിട്ട് മടിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. പോകണം എന്ന്, ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. മനസ്സിലായി? നമ്മൾ ഇമോഷണൽ ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാത്ത റിലേഷൻഷിപ്പിനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരാൾ റെസിസ്റ്റ് ചെയ്തു, ബ്രേക്കപ്പ് ആകാതിരിക്കാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു. പക്ഷേ റിലേഷൻഷിപ്പ് അവസാനം ഒരാൾ ഇറങ്ങി പോവുകയാണ് ചെയ്തത്, വളരെ സീക്രട്ടീവായിട്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അയാൾ പോയത് എന്ന് മറ്റേ ആൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് വെയിറ്റിങ്ങിലിരിക്കുന്നത്. ഈ ഇതിലൊരാൾ പോയ ആളാണോ ഇവിടെ നിൽക്കുന്ന ആളാണോ എന്നറിയില്ല, റീകൺസിലിയേഷന് ട്രൈ ചെയ്യുന്നുണ്ട്.
പോയപ്പോൾ വളരെ സന്തോഷമായി, ഇത് തീർന്നല്ലോ ഈ തലവേദന എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു റീകൺസിലിയേഷൻ്റെ ഒരു ട്രയൽ ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട്. നമുക്കത് മുമ്പോട്ട് പോകുമ്പോൾ നോക്കാം. അപ്പോൾ ഇവിടെ മൂവിങ് ഓൺ കാണിച്ചെങ്കിലും പിന്നത്തെ കാർഡിൽ വരുമ്പോൾ റിവേഴ്സാണ് കാണിക്കുന്നത്. മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്കായിട്ട് കിടക്കുകയാണ്. എന്നാലും പതുക്കെ പതുക്കെ ഈ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നുണ്ട് ഒരാൾ. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് അബാൻഡൻ ചെയ്തു കേട്ടോ, വാക്കൗട്ട് ചെയ്തു, അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. വൈരാഗ്യമുണ്ടോ ഈ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട്? ഇതാരാണ് ഉത്തരവാദി ബ്രേക്കപ്പ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്കറിയാൻ പറ്റും. എന്തായാലും നിങ്ങളോടുള്ള സിറ്റുവേഷൻ, ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സണ് വൈരാഗ്യമുണ്ടോ? നോ എന്ന് പറഞ്ഞ കാർഡ് റിവേഴ്സാണ് വന്നത്. നോ എന്ന് പറഞ്ഞ കാർഡ് റിവേഴ്സ് വന്നപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ കാര്യങ്ങൾ തുറന്ന് ചോദിക്കാനും തുറന്ന് പറയാനും ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സണാണ് നിങ്ങൾ ഉപേക്ഷിച്ച് പോയതെങ്കിൽ കാര്യങ്ങൾ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചെങ്കിൽ ഈ പേഴ്സൺ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ? അപ്പോൾ ഈ പേഴ്സണ് നടന്ന കാര്യം ഒന്നും മനസ്സിലായിട്ടില്ല, മനസ്സിലായോ? അതാണ് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ചേഞ്ച് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നില്ല. ഈ പേഴ്സൺ ചേഞ്ച് ആയത്, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ ചേഞ്ച് ആയതിൽ ഈ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. വൈരാഗ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നോന്ന് നമ്മളെ കാണിച്ച റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം കുറച്ച് വൈരാഗ്യം ഉണ്ടെന്ന് ആവാം കേട്ടോ. അപ്പോൾ സോഡിയക് സൈൻ പറഞ്ഞു തരാം. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുള്ളൂ. നിങ്ങൾ ഈ പേഴ്സൺ, നിങ്ങൾ നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് ആയിട്ടിരിക്കുന്ന ഒരാൾ ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ നോക്കാം. കോൺട്രിബ്യൂഷൻ, റിസീവിങ്, ചാരിറ്റി, വെൽത്ത്, ജനറോസിറ്റി, ഷെയറിങ്. ഈ പേഴ്സൺ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ തുറന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ട്രൂത്ത് നിങ്ങളോട്, സത്യം എന്താണെന്ന കാര്യം നിങ്ങളോട് പറയില്ല. കുറച്ചൊക്കെ മറച്ച് വെച്ചിട്ട് നിങ്ങളോട് പറയുള്ളൂ കേട്ടോ. ഒരു ഒബ്സഷൻ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടാണോ നിങ്ങൾക്ക് പേഴ്സണോടാണോ എന്നറിയില്ല. ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഓറക്കൽ മെസ്സേജാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളല്ല ഒബ്സെസ്ഡ് എങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് ഇപ്പോഴും ഒബ്സെസ്ഡ് ആണ്. ഇവിടെ ഈ പേഴ്സൺ അപ്പോൾ ഈ പേഴ്സൺ ആരോടൊക്കെയോ വൈരാഗ്യമുണ്ട്. നമ്മൾ ഈ കാർഡ് നോക്കുമ്പോൾ ഒരു കയ്യിൽ നിന്ന് ഈ പേഴ്സൺ കുറേ പണം ഒരാൾക്ക് കൊടുക്കുന്നു. ഈ കയ്യിൽ ത്രാസാണെന്ന് വെച്ചാൽ ഒരാളെ അളക്കുകയാണ് പേഴ്സൺ. അവർക്കൊന്നും കൊടുക്കുന്നില്ല, മറ്റേ ആൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഒരു വൈരാഗ്യമുണ്ട് ആരോടോ കേട്ടോ. നിങ്ങളോടോ നിങ്ങളുടെ ഫാമിലിയിൽ ആരോടെങ്കിലും ആയിരിക്കും വൈരാഗ്യമുള്ളത്. ആരാണോ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യം, ഈ റിലേഷൻഷിപ്പിൽ ചീറ്റിംഗ് നടക്കുന്നത്, അതാരാണോ പറഞ്ഞത് അവരോടുള്ള വൈരാഗ്യമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ച ആരാണോ അതാവാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ടവർ മൊമെൻറ്റ് ഈ പേഴ്സൺ എന്തായാലും വരുമ്പോൾ ഒരു ടവർ മൊമെൻറ്റ് ഉണ്ടാക്കണമെന്നാണ്. ഒന്ന് ഷെയ്ക്ക് ചെയ്യണം, ഈ സിറ്റുവേഷൻ ഒന്ന് ഉഴുതു മറിച്ച് സത്യം പുറത്ത് കൊണ്ടുവരണം. ഇതിനൊരു എൻഡ് വേണം, എനിക്ക് കാര്യങ്ങൾ അറിയണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് ഈ പേഴ്സൺ അറിയാൻ ആഗ്രഹിക്കണം. അപ്പോൾ ഇത് ചെറിയൊരു കാരണം ഇവിടെ ഒരു ടവർ മൊമെൻറ്റ് കാണിക്കുന്നുണ്ട്. ടവർ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ഉഴുതു മറിക്കുന്ന വെച്ചാൽ ഒരു ലൈറ്റ്നിങ് ഒരു ബിൽഡിങ്ങിനെ ഇടിച്ചിട്ട് ആൾക്കാരെല്ലാം കൂടെ ചാടിക്കളയുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ടവർ മൊമെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ വരും. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ അനുഭവിച്ച വേദന നിങ്ങളും അനുഭവിക്കണം എന്ന ഉദ്ദേശത്തിലായിരിക്കും വരുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾ കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ്. വൈരാഗ്യമില്ലെന്ന് ചിരിച്ചുകൊണ്ട് വൈരാഗ്യമില്ലെന്ന് പറയുമ്പോഴും ഉള്ളിൽ വൈരാഗ്യം കൊണ്ടു നടക്കുന്ന വളരെ ഒരു ശ്രദ്ധയില്ലാത്ത, ചിലപ്പോൾ ഒരു ശ്രദ്ധയില്ലാത്ത, നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ ഒരു സെറ്റിൽഡ് ലൈഫിലാണെങ്കിൽ തന്നെ അത് താറുമാറായാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. ഈ പേഴ്സൺ ആക്ഷൻ എടുക്കും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. കാരണം ഈ പേഴ്സണ് അറിയണം എന്താണ് നടന്നതെന്ന്. ഇതാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇവിടെ സ്കോർപ്പിയോ ഉണ്ട്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ഏരീസ് ഉണ്ട്, പിന്നെ ക്യാൻസർ, അക്വേറിയസ്,
പിന്നെ ടോറസ് ലിബ്ര, ഇത്രയും സോഡിയാക് സൈനാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓക്കെ, മൂന്നാമത്തെ റീഡിങ്ങിനാണിത്. നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ എക്സ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ആളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്, അതാണ് ആ കാർഡ് കേട്ടോ. അപ്പം നമുക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് വേണം. ആ പേഴ്സണ് നിങ്ങളോട് വൈരാഗ്യമുണ്ടോ, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു ഡിസ്ട്രോയറെ കണ്ടു. പേഴ്സണ് നിങ്ങളോട് വൈരാഗ്യമുണ്ടോ, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഒരു എന്താ പറയുക, ഒരു വഴിതെറ്റിയ പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലേ. ആ ഡിസ്ട്രോയർ ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ കാർഡ് വന്നിട്ടുണ്ട്. ഡിസ്ട്രോയർ, ഒരു മേജർ ചേഞ്ച്. പിന്നെ ഉള്ളത് ലിസൺ ടു യുവർ ഇന്നർ വോയിസ്, ഡിവൈൻ വിസ്ഡം. യു ആർ ബ്ലെസ്ഡ് വിത്ത് ആൻ ഇൻറ്റ്യൂട്ടീവ് ഇന്നർ വോയിസ് ദാറ്റ് സെർവ്സ് ആസ് എ ഗൈഡിങ് ലൈറ്റ് ഓൺ യുവർ പാത്ത്. അപ്പോൾ നിങ്ങൾക്ക് ദൈവം വരദാനമായിട്ടൊരു കഴിവ് തന്നിട്ടുണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു നേരിയ ഒരു അറിവ് കിട്ടും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇതുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഒരു മേജർ ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇത് ഭയങ്കര വലിയൊരു ചേഞ്ചായിരിക്കും. ഭയങ്കര വലിയ ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ അടിഞ്ഞു പോകും. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടോ. അപ്പോൾ ആ എക്സിൻ്റെ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ആളുടെ എനർജിയാണിത്. നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സാണ്. ഈ പേഴ്സൺ ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ ഈ പേഴ്സൻ്റെ ഇത് ഭയങ്കരമായിട്ടൊരു ജീവിതത്തിനൊരു ലക്കും ലഗാനും ഇല്ലാത്ത ഒരു എനർജിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിലേക്ക് നോ കോണ്ടാക്റ്റ് പോയത്? കാരണം ഇതുകൊണ്ടാണോ ഈ പേഴ്സൺ ഇങ്ങനെ ആയിപ്പോയത്? ഒരു മുഴുക്കുടിയൻ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ വിരക്തി വന്ന ഒരു എനർജി പോലെയാണ് കാണിക്കുന്നത് കേട്ടോ. സ്നേഹത്തിനോട് തന്നെ ഒരു ദേഷ്യമുള്ള പോലെ, ഇനി ഞാൻ ആരെയും സ്നേഹിക്കില്ല എന്ന് തീരുമാനമെടുത്ത പോലത്തെ ഒരു എനർജി. ക്ലാരിഫൈ ചെയ്യുമ്പോൾ സ്ട്രെങ്ത്. ഇതിൽ നിന്ന് ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തകർന്നടിഞ്ഞു പോകേണ്ട ഒരു എനർജി ആയിരുന്നു. അത്രയും ഹാർട്ട് ബ്രേക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഈ പേഴ്സൻ്റെ വിൽ പവർ ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ പേഴ്സൺ ജീവിച്ചിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ലിയോ ആണത്. അത്രയും മനോവേദന ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലിരിക്കുന്ന പേഴ്സണാണിത്. ഈ പേഴ്സണ് മനസ്സിന് ഭയങ്കരമായിട്ടുള്ള വേദന, നിരാശ, അതൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ മനോബലം ഒന്നുകൊണ്ട് മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക് എന്താണ് നിങ്ങൾ തമ്മിലുള്ള നോ കോണ്ടാക്റ്റിലേക്ക് പോകാനുള്ള കാരണം. എന്താണ് നിങ്ങൾ തമ്മിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? ഇവിടെ ഭയങ്കര, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് റിഗ്രറ്റിൻ്റെ കാർഡാണ്, ഇത് ഡിസപ്പോയിൻമെൻ്റ് കാർഡ്. പക്ഷെ ഇത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു മേജർ പ്രശ്നമുണ്ടായി, അതിൽ നിന്ന് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റിലേക്ക് പോയിട്ട് ആ പേഴ്സൺ ആ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായിരുന്നു. സ്നേഹം നഷ്ടപ്പെട്ടു. രണ്ടാമതൊരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ ചെയ്യാനായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്തു. ഞാനിത് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും വരാം. പക്ഷേ ഈ ഇവിടുത്തെ നിങ്ങൾ എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത്? കാരണം ഈ പേഴ്സൻ്റെ ഫീലിങ്സ് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങളാണ് ഇതിന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ പറയുന്നത്. എന്തായാലും ആവണം എന്നില്ല, മറ്റേ ആളായിരിക്കാം. എന്തായാലും ഇവിടെ അങ്ങനെ ആദ്യം ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഈ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്തു. ഭയങ്കര മനോവിഷമം ഉണ്ടായി. പക്ഷെ ഓക്കെ, ഫൊഗീവ് ചെയ്തു, പോട്ടെ, പറ്റിപ്പോയി. അതുകൊണ്ട് രണ്ടാമതൊരു ന്യൂ ബിഗിനിങ് കണ്ടോ, ന്യൂ ബിഗിനിങ് തുടങ്ങാമെന്ന് വളരെ
അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ ബ്രേക്കപ്പ് ആവും പിന്നെയും കൂടും, ബ്രേക്കപ്പ് ആവും പിന്നെയും കൂടും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ആദ്യം ബ്രേക്കപ്പ് ആയി കൂടി കേട്ടോ, അത് ഫൊഗീവ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തിരിച്ച് റിലേഷൻഷിപ്പിലേക്ക് വന്നു. പക്ഷെ എന്നാലും ഒരു സ്വരച്ചേർച്ചയില്ലായ്മ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. നൈറ്റ് ഓഫ് കപ്സ്, ഒരാൾ കുറച്ച് ഉഴപ്പാണ് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ മറ്റേ ആളാണെങ്കിൽ സ്പൈ, കാരണം ഒരു അനുഭവം ഉണ്ട് ഈ പേഴ്സണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എപ്പോഴും, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എപ്പോഴും മറ്റേ ആളെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ വാച്ച് ചെയ്തതെന്ന് അറിയാതെ ഈ ഉഴപ്പുള്ള ആൾ എപ്പോഴും ചെന്ന് കുഴിയിൽ ചാടും. അത് മറ്റേ ആൾ കണ്ടുപിടിക്കും. അങ്ങനെ പല ബ്രേക്കപ്പും പല റീകൺസിലിയേഷൻ, പല ബ്രേക്കപ്പ് പല റീകൺസിലിയേഷൻ, അവസാനമാണ് നിങ്ങളൊരു ബ്രേക്കപ്പിലേക്ക് പോയേക്കുന്നത് ഇപ്പോൾ കേട്ടോ. എന്നാലും ഒരാൾ മറ്റേ ആളെ സ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 6 ഓഫ് കപ്സ് 6 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല, നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഇല്ല, ഒരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റും അല്ലെന്ന് വെച്ചാൽ കോൺടാക്റ്റ് ഇല്ല, നിങ്ങൾ തമ്മിൽ സംസാരമില്ല, ഫോൺ വിളിയില്ല, മീറ്റ് ചെയ്യാനായിട്ട് ഒളിച്ചിരുന്ന് കാണാതൊന്നുമില്ല. പക്ഷേ ഒരാൾ ഇതിനകത്ത് നിങ്ങളുടെ മൊബൈലൊക്കെ ഹാക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെ വല്ലവരുണ്ടോ? ഇവിടെ ഒരു ഡോട്ടർ ഓഫ് സ്വേർഡ്സ് കാണിക്കും, നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ട് ഒരാൾ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവരെ കൊണ്ട് അവരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നുണ്ടാവും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ വീട്ടിൽ വിളിച്ച് ചോദിക്കുന്നുണ്ടാവും എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിലാണോ ആണോ, എല്ലാം നിങ്ങളെക്കുറിച്ച് അറിയാം. പക്ഷേ നേരിട്ട് നിങ്ങളോട് സംസാരിക്കുന്നില്ല ഈ പേഴ്സൺ കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലാണ് നിങ്ങളിപ്പോൾ. ഈ പേഴ്സൺ എന്തിനാണ് നിങ്ങളെ അന്വേഷിക്കുന്നത്? എന്തായാലും നിങ്ങളുമായിട്ട് വൈരാഗ്യം വല്ലതും ഉണ്ടോ? നിങ്ങളോട് ഈ പേഴ്സണ് വൈരാഗ്യമുണ്ടോ? അത് നമുക്ക് ചോദിക്കാം. ഈ പേഴ്സണ് നിങ്ങളോട് വൈരാഗ്യമുണ്ടോ? അപ്പോൾ ഇതൊരു സ്ഥിരമായ നോ കോണ്ടാക്റ്റ് അല്ല, ഇതിങ്ങനെ പോയും വന്നും ഇരിക്കുന്ന നോ കോണ്ടാക്റ്റ് ആണ്. ഈ പേഴ്സണ് യെസ് ആണ് വന്നിരിക്കുന്നത്, പക്ഷേ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം നോ എന്ന് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ഡിലേയ്സ് ആണ് കാണിക്കുന്നത്, ഒരു മോട്ടിവേഷൻ ഇല്ലാത്തതുപോലെ. ഈ പേഴ്സണ് വൈരാഗ്യമുണ്ട്, പക്ഷെ നിങ്ങളോട് അത് എങ്ങനെ വൈരാഗ്യം തീർക്കണം എന്നതിനെ കുറിച്ചിട്ടൊരു ഐഡിയ ഇല്ല ഈ പേഴ്സണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഒരു എനർജി ഇല്ല നിങ്ങളോട് ഫൈറ്റ് ചെയ്യാനോ, നിങ്ങളെ ഉപദ്രവിക്കാനോ, നിങ്ങളോട് വൈരാഗ്യം തീർക്കാനുള്ള ഒരു എനർജി ഇല്ല ഈ പേഴ്സണ്. നൈറ്റ് ഓഫ് വോൺസ് പ്ലെയർ എനർജിയാണിത്. നൈറ്റ് ഓഫ് വോൺസും നൈറ്റ് ഓഫ് സ്വോർഡ്സും വളരെ വയലൻ്റ് ആയ ഒരു എനർജിയാണിത്. ഒരു പ്ലെയർ ആണ്, വളരെ വയലൻ്റ് ആണ്. പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ വൈരാഗ്യമുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. മനസ്സിലായോ? ആദ്യം പറഞ്ഞു വൈരാഗ്യമുണ്ട് പക്ഷേ ഞാൻ പ്രതികാരം ചെയ്യുന്നില്ല എന്ന്. പക്ഷേ രണ്ട് കാർഡ്, ഒരു സർപ്പവും ഒരു ഗരുഡനുമാണ്, ഒരു ഔളുമാണ് വന്നേക്കുന്നത്. ഒരെണ്ണം വളരെ വയലൻ്റ് ആയ എനർജിയും മറ്റേത് വളരെ അഡ്വെഞ്ചറസ് ആയ ഒരു എനർജിയും. എന്താണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്? നമുക്ക് ഈ പേഴ്സൺ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഇതൊരു വല്ലാത്ത കോമ്പിനേഷനാണ്, നല്ല പണിയാണ്. ഒരു ഭയങ്കര പേടിക്കേണ്ട ഒരു കോമ്പിനേഷനാണ് ഈ പേഴ്സൺ. ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉള്ള ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ എന്താണ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കുക? ഈ പേഴ്സൺ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ ഇമോഷണലി ഇമ്മെച്യൂർഡ് ആയ ഒരു എനർജിയാണ്, വളരെ ഇൻസെക്യൂർഡാണ്, കുറച്ചൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉള്ളൊരു എനർജിയാണ് കേട്ടോ. അപ്പോൾ പുതിയ ഐഡിയാസ് ഓരോ പ്ലാനിങ് ചെയ്യും, അത് കഴിഞ്ഞ് അത് വേണ്ടാന്ന് വയ്ക്കും, സ്ക്രാപ്പ് ചെയ്യും, പിന്നെയും പ്ലാൻ ചെയ്യും, പിന്നെയും സ്ക്രാപ്പ് ചെയ്യും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഇവിടെ ഡിലേ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുത്തതിന് നിങ്ങളുടെ ഈ സ്റ്റോക്കർ എന്നൊക്കെ പറയില്ലേ, നമ്മൾ അറിയാതെ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഏത് നേരവും നമ്മൾ ചില സമയത്ത് ചെല്ലുമ്പോൾ ഈ പേഴ്സൺ അവിടെ ഉണ്ടാവും. മനസ്സിലായി? അങ്ങനെ പല പ്രാവശ്യം ഈ പേഴ്സണെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കുക കേട്ടോ. ഈ പേഴ്സൺ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യാണ്. ആ സ്റ്റോക്കിൻ്റെ അർത്ഥം നിങ്ങൾ STALK ആണ്. അതൊന്ന് യൂട്യൂബിൽ നോക്കുക. നമ്മളുടെ ഇവിടെ അങ്ങനെ സ്റ്റോക്കിംഗ് ഇല്ല, പക്ഷേ ഈ ഇടയായിട്ട് പിള്ളേർക്ക്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സ്റ്റോക്കിംഗ് കുറച്ച് കൂടുതലാണ്. കാരണം ചാൻസ് കൂടുതലാണ്. ഒരാൾ GPS ഇട്ടിട്ടാണ് പോകുന്നതെങ്കിൽ അയാൾ എവിടെയാണ് ട്രാക്ക് ചെയ്യാൻ ഇതാണ്. പിന്നെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ, മൊബൈൽ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ ടെക്നോളജി ഉണ്ട്, ഡിജിറ്റൽ ടെക്നോളജി. ഇപ്പോൾ ഹസ്ബൻഡ് ആ പേഴ്സൻ്റെ GPS ഓൺ ആണെങ്കിൽ, വൈഫിൻ്റെ GPS ഓൺ ആണെങ്കിൽ ഏത് സ്ഥലത്താണ് ലൊക്കേഷൻ, അതിനൊരു ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ട് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുന്നത്. അതൊക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ നമ്മളുടെ ജീവിതം ഒട്ടും സീക്രട്ട് അല്ല.
എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും നമ്മൾ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ്, എല്ലാ ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കാൻ ഈസിയാണ്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ പല പ്ലാനുകളും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഭയങ്കര ഇമോഷണലി 2 പ്രാവശ്യം ഇത് കാണിക്കുന്നുണ്ട്. ഇമോഷണലി ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, ഇമോഷണലി ഇമ്മച്യൂർഡ് ആയ എനർജിയാണ്. അപ്പോൾ ഇതിൽ ഈ പേഴ്സൺ ചിലപ്പോൾ ഡ്രഗ്സ് ഒക്കെ എടുക്കുന്ന ആളായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പേഴ്സൺ അങ്ങനെ ആ ഒരു വൈരാഗ്യത്തിലിരിക്കുമ്പോഴായിരിക്കും ഹൈ ആവുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ട എന്ന് വെച്ച് കളയുന്നവർ പക്ഷെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ സിറ്റുവേഷനിൽ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സൺ വിളിക്കുമ്പോൾ ഇപ്പോൾ നോ കോൺടാക്ട് ഇതൊക്കെ കൊണ്ടായിരിക്കും നിങ്ങൾ നോ കോൺടാക്റ്റിൽ പോയിരിക്കുന്നത്. കാരണം ഇത് ഫ്യൂച്ചർ എന്താണ്, കൂടെ താമസിക്കുമ്പോൾ നമുക്ക് അറിയില്ല ഈ പേഴ്സൺ എന്ത് ചെയ്യുമെന്ന്, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഡ്രഗ്സ് ഒക്കെ ഭയങ്കര ഈസിയാണ് കിട്ടാനായിട്ട്. സ്കൂൾ കുട്ടികൾക്ക് വരെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും സൂക്ഷിക്കേണ്ട എനർജിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രേക്ക്, അതിപ്പോൾ ഹാർട്ട് ബ്രേക്ക് ഇപ്പോൾ നമ്മൾ കൊടുക്കണം എന്നില്ല. ഇത് കണ്ടപ്പോഴാണ് ഇപ്പോൾ തോന്നുന്നത് ഹാർട്ട് ബ്രേക്ക് നമ്മൾ കൊടുക്കണം. അവരുടെ ഉള്ളിൽ തന്നെ അവർ ഇമാജിൻ ചെയ്തെടുക്കുന്ന ഹാർട്ട് ബ്രേക്സും ഉണ്ടാവാം. നമുക്കറിയില്ല, വെറുതെ അടി കൊള്ളുകയൊക്കെ ഉപദ്രവം ഏൽക്കേണ്ടി വരും നമ്മളല്ല ചെയ്യുന്നതെങ്കിൽ. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ ഇമാജിൻ ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ടാണ് മനസ്സിൽ പല പ്ലാനുകളും ചെയ്യുന്നത്. ഒരു സൈക്കോപാത്തിനെ പോലെ പല പ്ലാനുകളും ചെയ്യുന്നു, അത് ഡിലീറ്റ് ചെയ്യുന്നു, പിന്നെയും പ്ലാൻ ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ കുറേ പരിപാടി. അതുകൊണ്ടാണ് ഇവിടെ മേജർ ചേഞ്ച്, ഒരു ഡിസ്ട്രക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഫിസിക്കൽ ഡിസ്ട്രക്ഷൻ ആവാതിരിക്കട്ടെ, നിങ്ങളെ ഈ പേഴ്സൺ ഉപദ്രവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച്, അങ്ങനെ വല്ല നിങ്ങളുടെ ആരെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക കേട്ടോ. ഭഗവാനെ, എന്ത് കാലമാണ്. ഞാൻ ജോഡിയാക് സൈനാണ് നോക്കുന്നത്. അക്വേറിയസ് ഉണ്ട് ഇവിടെ. അക്വേറിയസ് ഏരീസ് ആണിത്. പിന്നെയും അക്വേറിയസ്, അതേ കാർഡ് തന്നെ പിന്നെയും വന്നിട്ടുണ്ട്. അക്വേറിയസ് ഏരീസ്, ജെമിനായ് ഉണ്ട്, ലിയോ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതോടെ ഇന്നത്തെ റീഡിങ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ട് ഇരുന്ന എല്ലാവർക്കും, പുതിയ ആളുകളാണെങ്കിലും എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒക്കെ എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ നോക്കുക, വളരെ കെയർഫുള്ളായിട്ട് ജീവിക്കുക. പിന്നെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും സംതൃപ്തിയും ഭഗവാൻ തരാനിട വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.